ഹായ്. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്ത് പോകാൻ നിൽക്കുക. അമ്മ ഇറങ്ങി വരുന്നുണ്ട്. ഇതെന്താ പവർ ബാങ്ക് വണ്ടി കുത്തിയിട്ടപ്പോഴത്തേന് പവർ ബാങ്ക് കൊണ്ടുവന്നു. പവർ ബാങ്കിൽ പെട്ടെന്ന് ചാർജ് ആവും. അതുകൊണ്ട് എന്താ എന്തുവാ ഷൂട്ടിനാണോ ഒന്ന്? എൻ്റെ ഷൂ വണ്ടിക്കകത്തിരിക്കുക. അപ്പം നമ്മളങ്ങനെ ലുലു മോളിലെത്തി. ലുലു മോളിൽ ചില്ലറ പർച്ചേസിങ്. അത് കഴിഞ്ഞ് പിന്നീട് എടപ്പള്ളി പോകണം. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. പർച്ചേസിങ് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രോസറി ആയിരുന്നു കേട്ടോ. ചിക്കൻ, പച്ചക്കറി, അങ്ങനെയൊക്കെ ഹൈപ്പർ മാർക്കറ്റിൽ, ലുലു ഹൈപ്പർ മാർക്കറ്റിൽ. അത് പിന്നെ വെറുതെ എന്തിനാ കാണിച്ച് നിങ്ങൾ ബോർഡിപ്പിക്കുന്നത്, അതുകൊണ്ടത് കാണിച്ചില്ല. പിന്നെ ബർത്ത്ഡേയുടെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉച്ചയ്ക്ക് മാങ്ങ ഒക്കെ കഴിച്ചു. മാങ്ങാപ്പഴമില്ലേ, അതാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. മാങ്ങാപ്പഴം, പിന്നെ മൂസമ്പി, പിയേഴ്സ് എന്ന് പറയുന്ന മറ്റേ ഫ്രൂട്ടില്ലേ, അതൊക്കെ. വൈകുന്നേരം പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് പോലും മുറിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കാണൂലേ. സെബ പോയതുകൊണ്ടേ ഒന്നിനൊരു മൂഡില്ലാന്നേ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ എന്നെ അറിയുന്ന, ഫേസ്ബുക്കിലൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. ഇവിടെ കിടക്കുക പാവം. എവിടെയാ എന്താ ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത് വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട. പുറത്തുപോയി ഫുഡ് കഴിക്കാൻ പോലും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എല്ലാവരും നിർബന്ധിച്ചു. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളി പോയായിരുന്നു. പള്ളി കഴിഞ്ഞ് വന്നിട്ട് നേരെ ക്ലബ് ഷവായിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. മന്തി വന്നിട്ടുണ്ട്. അമ്മ അൽഫാം പറയുന്നുണ്ട്, അമ്മയ്ക്ക് പോരും. പിന്നെ മന്തി, അൽഫാം, അങ്ങനെ എല്ലാം കൂടെ ഇറങ്ങിയാൽ മതി. ഇത് നോർമൽ മന്തിൻ്റെ അമ്മ അൽഫാം പറഞ്ഞത് വരും. ലൈഫിൽ ഇത് ആദ്യമായിരിക്കും ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു. ഇതിപ്പോൾ കുറേ ദിവസമായി. ജൂൺ 6-ാം തീയതിയാണ് ഞാൻ മറ്റേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ജൂൺ 9-ാം തീയതി ആയി. ഇപ്പോഴാണ് അതിൻ്റെ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യണത്. ഇവിടെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. പിന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്കൊരു സുഖമില്ല. പണ്ട് തന്നെ സെബയുണ്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഇപ്പം ഞാനമ്മ ഒറ്റയ്ക്കല്ലേ, ഒരു സുഖമില്ല, ഒന്നിനും തോന്നണില്ല. പക്ഷെ ആക്റ്റീവ് ആകണം. വീണ്ടും ഞാൻ നിങ്ങളെ വെറുപ്പിക്കും. ചുമ്മാ പറഞ്ഞത്. അപ്പോൾ ശരി, നമുക്കേ നാളെ കാണാം കേട്ടോ.